ഹലോ വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ എന്താണ് അമ്മേൻ്റെ 6ാം മാസത്തെ സ്കാനിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊന്നും നോക്കണ്ട, ആർഭാടകരമായിട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല, എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ പിന്നെ പറ്റൂല. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടത്. പിന്നെ അതുമല്ല ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല അമ്മ. ഓണ സെലിബ്രേഷന് പോകാണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഈ ഡ്രസ്സും കൂടെ ഇട്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ ഒന്ന് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട്. ചേച്ചി പിന്നെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്, സിമ്പിളത്തെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയോ അച്ഛൻ്റെ സോക്സൊക്കെ കഷ്ടപ്പെട്ട് കടത്തിച്ചിട്ടാണോള്. അമ്മ അതൊക്കെ ഇതിൻ്റെ മാത്രം ഷൂ ആണ്. ഞാൻ പിന്നെ എൻ്റെ വലിയ മനസ്സുകൊണ്ട് ഞാൻ ഇടാൻ കൊടുത്താണ്, എൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രം. അതെങ്ങനെയല്ലേ, നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ, അതുകൊണ്ടാണ്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ജമ്മോ ഇത് കണ്ടോ, സോക്സ് ഇട്ടിട്ട് മുണ്ടും കൊടുത്ത് നടക്കുന്നു. ഇത് ഞാൻ വ്ളോഗ് പറയാനെടുത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ കേട്ടോ. അല്ലാണ്ടുള്ളത് ഫുൾ അഭിനയമാണ് മൂപ്പര്, ഫുൾ അഭിനയം. എന്താ പറയുക, ഞാൻ വ്ളോഗ് എടുക്കുക വെച്ചിട്ട് വേഗം ഓടിക്കേറിയതാ അകത്തേക്ക്. ഇനി മൂപ്പര് ഫൈനൽ ലുക്ക് ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ. എവിടെ പോവാ? റിസൾട്ട് വാങ്ങാൻ പോണം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM കാണുന്നേ, അതിലൂടെ നേരെ കയറുക, വലത്തോട്ട് തിരിയാ, എടുത്തോ. സുന്ദരനായിട്ടല്ലോ, നോട്ടെ ഇങ്ങോട്ടൊക്കെ കണ്ടത് ഫുൾ അഭിനയാണ്, ഇതൊന്നും വിശ്വസിക്കരുത്. അമ്മേനെ കാണിക്കുന്നത് സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റലിലാണ്. പക്ഷേ ഇപ്പം എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട്, വേറെ എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലബാർ ഹോസ്പിറ്റൽ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ എന്തോ ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് മേടിക്കാൻ പോകണം. ഈ പൊരി വെയിലത്ത് ഒരു ദയാദാശിനില്ലാണ്ട് കുട ഉണ്ടെങ്കിലും വെയിലത്ത് പോവുകയാണ്. ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് ഓണപ്പരിപാടിക്ക് ചോറിനാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കണം. ഇന്ന് ഭാവേനെ കാണാൻ പറ്റും ശരിക്കും, മുഖവും കൈയും കാലൊക്കെ കറക്റ്റ് കാണാം 4D സ്കാൻ ചെയ്യുന്നതിനെ കൊണ്ട്. എന്താ എഴുതി അമ്മയില്? ഓയ് എന്താ എഴുതി? നോർമലാ? പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട്? ഇല്ല, സുന്ദരിയുണ്ട്. ക്ലിപ്പിട്ട് ശരിയാക്കാം. ഇപ്പോഴേക്ക് വയ്ക്കാം, 4 കൊല്ലം പറിക്കണ്ടേ ഇവിടെ നിന്നൊക്കെ. എന്റെ പറിച്ചില്ലല്ലോ. എന്റെ ഇനിയും പറിക്കൂ, താഴെ ക്ലിപ്പിടാണ് ഇനിയും പറിക്കൂ. മോള് പറിച്ച് 2 കൊല്ലി, മോള് താഴെ ഇടുന്ന് പറിച്ച് 2 കൊല്ലി. അമ്മേനെ കാണിക്കേണ്ടത് ഏകദേശം 2 മണിക്കായിരുന്നു. അപ്പോഴാണ് അമ്മൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത്. ഓണക്കായതുകൊണ്ട് ഓണം ട്രീറ്റിന് വേണ്ടി വിളിച്ചതാണ്. ആര്യഭവനിലേക്കാണ് വിളിച്ചത്. അമ്മൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി തന്നെയാണ്. ഇതാണ് ചേച്ചി. അപ്പം ഭയങ്കര ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അത്യാവശ്യം നല്ല ഒരു സദ്യയൊക്കെയായിരുന്നു. എല്ലാ വിഭവങ്ങളും ഇല്ലെങ്കിലും ഉള്ള വിഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമായി. മിന്നൂസിനോട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് രസമുണ്ടോ, പക്ഷെ അവിടെ കേൾക്കൊന്നും കൂടി ഇല്ല. കാരണം ഞങ്ങൾ കണ്ടാണ് നല്ല വിശന്നിട്ടിരിക്കുകയായിരുന്നു. അവളോട് കേട്ടില്ല. പിന്നെ ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പായസം അവർ കൊണ്ടുവന്ന് വെച്ച്, പായസം നല്ല ടേസ്റ്റിലുണ്ട്. ചോറിൻ്റെ ഇടയിൽ കൂടെ പായസമൊക്കെ എടുത്ത് കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ബൈ പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പോൾ തന്നെ ബേസിക് ആയിട്ട് എന്തൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് വിടുക. അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് ഓണ സെലിബ്രേഷൻ ആയിരുന്നു. പൂക്കളം മത്സരമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട പൂക്കളം കേട്ടോ. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അത് കഴിഞ്ഞ് ഡോക്ടർ രാധിക എന്നാണ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവരെ വിളിച്ച് ഒരാളത്തെ കയറി, ഞങ്ങൾ അകത്തേ കയറിയില്ല കാരണം ഭയങ്കര ബോറടി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് വിളിച്ചത്. എന്താ പറഞ്ഞത്? ഒന്നുകൂടി ചെയ്യാനോ? ഷുഗറോ? ഷുഗർ നോർമലാണല്ലോ പറഞ്ഞേ? നോർമലാണ്, പക്ഷേ ഡോക്ടർക്ക് എന്നെ പെർഫെക്റ്റ്. ആ, രാവിലത്തെ മധുരട്ട ചായക്കൊന്ന് കുറച്ചാൽ മതി. അത് ഇനി കുടിക്കാൻ പറ്റില്ല. ഇനി കുടിക്കണ്ട. പാലെല്ലാം കഴിക്കുക, പക്ഷേ ഒന്നും മധുരമിടാതെ. മധുരം തോന്നിച്ച ഒരു സാധനം ശർക്കര, പഞ്ചസാര ഒന്നും പറ്റില്ല. ഓട്സ് മാത്രം. പറഞ്ഞില്ല. പിന്നെ റാഗി. അങ്ങനെ ഇതെന്താ സോപ്പ് കിട്ടും? ഇത് ഇന്ന് രാവിലെ ഉണ്ട് സാർ, രണ്ടാളും കൂടെ ഒരുമിച്ച് പ്രസവിച്ചു. വയറ് അത്ര ഉണ്ടല്ലോ. ഇതെന്താ കണ്ടോ? ഇതിപ്പോ നേരെ കിടക്കുന്ന വയറ് ഫ്ലാറ്റ് കിട്ടോ? അല്ലെങ്കിൽ കിഡ്നി അടക്കം കിഡ്നിക്ക് നിൽക്കാൻ സങ്കടായി അതല്ല, ഡോക്ടറോട് ഡയറ്റിംഗ് മൊത്തം ചോദിക്കുന്നുണ്ട്. ചോദിച്ചോക്ക് മൊത്തം കാര്യം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു, ഞാൻ ഉള്ളത് കണ്ടില്ല. ഉള്ളത് പറഞ്ഞതായിരിക്കണ്ടേ. ജിക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട്. കാണാൻ പറ്റാത്ത കനകത്തിൻ പണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. കൽപ്പിച്ചു റബ്ബെനിക്ക് മലമുത്തേ കൽബിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കൽപ്പിച്ചു റബ്ബെനിക്ക് മലമുത്തേ കൽബിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. ചവിട്ടിയോ? കേട്ടിരിക്കും. തടിയാൻ കഴിച്ചത് പിന്നെ മത്തായിന്ന് കുറിച്ച് പൊന്ന പൊന്ന്. ഇത് സിൽവർ ഡ്യൂപ്ലിക്കേറ്റ്. ഇത് സ്വർണ്ണം. തടിയടിച്ചിട്ട് പായസം കുടിച്ച് മാത്രം നിന്റെ പായസം കൂടി കുടിച്ചിരിക്കുന്നത്. മൂന്നാളെ തൈരും വെജിനോട് തന്നെ വലിയ പ്രശ്നമില്ലാത്തതാണ് കുഴപ്പമില്ല. ഞാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. സദ്യ കഴിഞ്ഞിട്ട്